ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 5 കഷ്ണം ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബ്രെഡിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയും ബ്രെഡും നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതും 1/2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പുഴുങ്ങിയ ഒരു മുട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലയും നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 സ്പൂണ് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 സ്പൂൺ കടലപ്പൊടി കേട്ടോ ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ ചേർത്ത തക്കാളിയുടെയും ഉള്ളിയുടെ ഒക്കെ വെള്ളം മാത്രം മതി ഇത് കുഴച്ചെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ നുള്ളി എടുത്തിട്ട് നമ്മൾ പൊക്കവടയൊക്കെ പൊരിച്ചെടുക്കൂലേ, അതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിന്ന് കുറേശ്ശെ നുള്ളി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാകുന്നവരെ പൊരിച്ചെടുക്കണം. ബ്രെഡൊക്കെ ചേർത്തോണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം വേഗം തന്നെ വെന്ത് പുറം ഭാഗം നല്ലൊരു കളറായി കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തക്കാളിയും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.